ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. 21 വയസ്സുള്ള ഒരു പെൺകുട്ടി തൻ്റെ വീട്ടിൽ ശുചിമുറിയിൽ ബാത്റൂമിൽ പ്രസവിച്ചു. അതിനുശേഷം തൊട്ടടുത്തുള്ള ആൾതാമസമില്ലാത്തൊരു വീടിൻ്റെ പറമ്പിൽ അതിനെ ഉപേക്ഷിച്ചു. എന്നിട്ട് ഇത് ആരും അറിഞ്ഞിട്ടില്ല. ഈ കുട്ടിയുടെ വീട്ടിലുള്ള ആൾക്കാരൊന്നും ഈ സംഭവം അറിഞ്ഞിട്ടില്ല. ഇതിന് നല്ല ബ്ലീഡിങ് ആയി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഡോക്ടർക്ക് സംശയം തോന്നിയിട്ട് ഡോക്ടർ ചോദിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചപ്പോൾ ഇത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഡോക്ടർ പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി പറയുന്നത് പ്രസവിച്ചു, ഇന്ന പോലെ കുഞ്ഞിനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പം ഈ കുട്ടിയുടെ വീട്ടിലെ ആർക്കും ഈ സംഭവത്തെക്കുറിച്ച് അറിയില്ല. അത് അച്ഛനും അമ്മയും ബ്രദറൊക്കെ ആയിട്ട് ഒരുമിച്ച് താമസിക്കുന്നതാണ്. ഇത് 8-9 മാസം പ്രഗ്നൻ്റ് ആയതോ അല്ലെങ്കിൽ ഇത് ഇനി ഇത്ര നാൾ പീരീഡ്സ് ആവാതിരുന്നു, ഇതൊന്നും ഈ വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് അമ്മയെങ്കിലും അറിയില്ലേ, അമ്മ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ പീരീഡ്സ് ആവുന്നത് ആരും അറിയാറില്ല, പണ്ടത്തെ പോലെ അല്ലല്ലോ. മുമ്പെന്ന് വെച്ചാൽ നമ്മൾ പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാനെങ്കിലും നമ്മൾ വീട്ടിൽ അമ്മ അറിയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പൊക്കെ ആയതുകൊണ്ട് ആരും അറിയത്തില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ആരും അറിയാറില്ല. കാരണം അത് നമ്മൾ ഉപയോഗിക്കുന്നതും അത് വാഷ് ചെയ്യുന്നതും ഒന്നും ആർക്കും അറിയുന്നില്ല. ആരും കാണാതെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നമ്മൾ ബാത്റൂമിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പീരീഡ്സ് ആവാത്തത് അമ്മ അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇങ്ങനെ ഞാനായി, ഈ മാസമായി, അങ്ങനെയൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഒളിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കണതെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്നാലും ഈ വീർത്ത് വരുന്ന വയറ്, ഇത്രയും വീർത്ത് വരുന്ന വയറ് അമ്മ കണ്ടില്ലേ, ആരും അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ പലർക്കും ഞാൻ ആലോചിക്കും, ഞാനൊക്കെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഛർദി എന്നെല്ലാം പറഞ്ഞാൽ അതൊരു ഛർദിയിലായിരുന്നു. പിന്നെ ചുറ്റിനും നമുക്ക് അമ്മ, ബ്രദറ് എന്ന് വേണ്ട മറ്റുള്ളവർ, ഹസ്ബൻഡ് പിന്നെ നാട്ടിലില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മുടെ പിന്നാലെ നടന്ന് നമുക്ക് എന്തൊക്കെ അസുഖങ്ങളായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ പ്രസവിക്കുന്ന കുട്ടികൾക്കൊന്നും അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ നമുക്കൊരു ഭയങ്കര ആങ്സൈറ്റി, ഇതൊന്നുമില്ല. ഈ ബാത്റൂമിൽ കയറി പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, പ്രസവം എന്നൊക്കെ പറയുന്നത് അത്ര സിമ്പിളാണോ എന്ന് ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര കോംപ്ലിക്കേഷനായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രസവിച്ച് ആ പൊക്കിൾക്കൊടിയൊക്കെ എങ്ങനെ കട്ട് ചെയ്തു എന്നറിയില്ല. കത്രിക ഉപയോഗിച്ചിട്ടാണോ, ബ്ലേഡ് വെച്ചിട്ടാണോ, അത് വലിച്ചു പൊട്ടിച്ചോ, എനിക്കറിയില്ല എങ്ങനെ ഈ കുട്ടികൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതെന്ന്. ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ തന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഫ്ലാറ്റിൻ്റെ മേലെ നിന്ന് ബാത്റൂമിൽ നിന്ന് പ്രസവിച്ചു, എന്നിട്ട് എന്തിൽ പൊതിഞ്ഞു, മറ്റേ കൊറിയർ വന്ന ഇതിൽ പൊതിഞ്ഞ് താഴത്തോട്ടിട്ടു. അതിൽ അഡ്രസ്സ് ഉൾപ്പെടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആളെ കിട്ടി. ഇതെന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇത്ര സിമ്പിളാ പ്രസവം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു പെൺകുട്ടി പ്രസവിച്ചു. എന്നിട്ട് കുട്ടി മരിച്ചുപോയി. അപ്പോൾ ആ ബോഡി മറവ് ചെയ്യാൻ ബോയ് ഫ്രണ്ടിനെ വിളിച്ചു. അയാൾ വന്നു മറവ് ചെയ്തു. ഇതെല്ലാം പിടിച്ച് സംഭവം ഇതെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ കുട്ടി ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നും കൂടി ഒന്ന് മനസ്സിലാക്കണ്ടേ. നമ്മൾ ഇതുപോലെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ, സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുമ്പോൾ ഈ കടകളിലൊക്കെ ഉണ്ടെന്നേ കോണ്ടം എന്ന് പറയുന്ന സാധനം, അതൊക്കെ ഉപയോഗിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സാധ്യതകൾ കുറയ്ക്കാമല്ലോ. 100% ഒന്നും ഉറപ്പൊന്നും ഇല്ലേ. എന്നാലും ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള റിസ്ക് നമുക്ക് കുറയ്ക്കാം. ഒന്ന് തടയാൻ ശ്രമിക്കാം. പിന്നെ അതേക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുക. ഇതെപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വച്ചിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏർപ്പെടും. അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഈ കുട്ടി ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ കേസും കൂട്ടുമൊക്കെയാണ്. പോലീസുകാർ കേസെടുത്തിട്ടുണ്ട്. കാരണം ഒരു കുഞ്ഞ് മരിച്ചല്ലോ, ആ കുട്ടി മരിച്ചു. അപ്പോൾ ഈ പ്രസവത്തിന് ശേഷം കുഞ്ഞ് കരഞ്ഞപ്പോൾ ഒച്ച കേൾക്കാതിരിക്കാൻ വേണ്ടി വായു മൂടി പിടിച്ചു. അപ്പോൾ അങ്ങനെ ആ കുട്ടി മരിച്ചു എന്നാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ കേസും കൂട്ടുമൊക്കെയാണ്. അപ്പോൾ ഈ ഒരു നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത് പുറത്ത് പറയാതിരുന്നതെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞു. അത്യാവശ്യം കേരളത്തിലുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഈ സംഭവമെല്ലാം. അപ്പോൾ ആദ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികളെ, ഇനിയിപ്പോൾ ഇവരോട് ഇതൊന്നും പറയാൻ പറ്റത്തില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഇത് നമ്മുടെ സദാചാര വിരുദ്ധമാണ്, ഇതൊന്നും ഇനിയിപ്പോൾ നടപ്പുള്ള കേസൊന്നും അല്ലല്ലോ. ബെസ്റ്റിയായി, പിന്നെ റിലേഷൻഷിപ്പായി, സിറ്റുവേഷൻഷിപ്പായി എന്ന് വേണ്ട, ഇല്ലാത്ത ഷിപ്പുകളൊന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അതിലൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടരുത്, ഇതുപോലുള്ള റിസ്ക് ഉണ്ട് എന്നൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നും ഇനിയിപ്പോൾ നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക.
അല്ലെങ്കിൽ സ്കൂളുകൾ മുതൽ തുടങ്ങുക. റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്കിത് എങ്ങനെ തടയാം, പ്രഗ്നൻസി എങ്ങനെ നമുക്ക് തടഞ്ഞു വയ്ക്കാം എന്നും കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ നന്നായിരിക്കും. ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മതി. കോണ്ടം പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ സാധ്യതകൾ കുറയ്ക്കാം. ഇതൊന്നും അറിയാതെ നേരെ പോവുക, ഒരാളെ കണ്ടു, പിന്നെ സിറ്റുവേഷൻഷിപ്പെങ്കിൽ അങ്ങനെ ആ നിമിഷം അവർക്ക് വേണമെന്ന് തോന്നി അവരത് ചെയ്തു. അതിലൊന്നും ഒരു എന്താ പറയുക, ഇനിയിപ്പോൾ നമ്മളത് കുഴപ്പമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ളവരൊക്കെ പിന്നെ വസന്തങ്ങളായി മാറും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളങ്ങ് ശ്രദ്ധിച്ചാൽ മതി. ഇത് ഈ പെൺകുട്ടി ഇതേപോലെ, അതായത് ഈ ഇങ്ങനെ പ്രസവിക്കുന്ന കുട്ടികൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ സ്വന്തം ജീവനെ എത്രത്തോളം റിസ്ക്കി ആക്കിയിട്ടാണെന്നറിയോ ഇതുപോലെയുള്ള പണികളിൽ ഏർപ്പെടുന്നത്. ഇപ്പോൾ ഈ കുട്ടി തന്നെ പ്രസവിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞു എന്നാണ് ഡോക്ടറുടെ പരിശോധനയിൽ മനസ്സിലായത്. അതായത് ഇതിൻ്റെ ശരീരത്തു നിന്ന് പുറത്തു പോകേണ്ട സാധനങ്ങളൊന്നും പോയിട്ടില്ല. അത് ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ളത്. അതെല്ലാം സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഡോക്ടർ അങ്ങനെ സ്വന്തം ജീവനെ റിസ്ക് ചെയ്ത് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി ചെയ്തിട്ട് ഇനിയിപ്പോൾ അതിന് കേസും കൂട്ടമൊക്കെ ആയിരിക്കും. അങ്ങനെയായിരിക്കും നടക്കേണ്ടി വരിക. അപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇങ്ങനെ കുറ്റം പറഞ്ഞു വരുമൊന്നും വേണ്ട. കാരണം അമ്മ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ, അച്ഛൻ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ ആയിട്ടില്ല, ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലും ഉണ്ട് വളർന്നു വരുന്ന കുട്ടികളും കൊച്ചുമക്കളും മക്കളും എല്ലാം. അപ്പം ഇത് നമുക്കും വന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എപ്പോഴാണ് ഇതൊക്കെ നമുക്കും കിട്ടുകയെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിലാരും കുറ്റം പറയാനൊന്നുമില്ല. ഇത് കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുക, ഇതേപോലെയുള്ള റിലേഷൻഷിപ്പിൽ ചെന്ന് ഏർപ്പെടുമ്പോൾ നമ്മളിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നും ആ സാധ്യതകളെ നമ്മൾ തടഞ്ഞുകൊണ്ട് വേണം ഇമാതിരിയുള്ള പരിപാടികളിൽ ഏർപ്പെടാനെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഇനിയിപ്പോൾ നിങ്ങൾ ഇതൊന്നും ചെയ്യരുത് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും അങ്ങ് നമ്മൾ പുരോഗമനം വന്ന് പ്രോഗ്രസീവായി ചിന്തിച്ച് രക്ഷയില്ല. അത്രയും പ്രോഗ്രസീവായി. പക്ഷേ പ്രോഗ്രസീവ് ആയെങ്കിലും ഇതുപോലെ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ഒളിപ്പിച്ച് വയ്ക്കണം, ഇതാരും അറിയരുത്, അതൊക്കെ അറിയാം. അപ്പം അങ്ങനെ പ്രോഗ്രസീവായ ഒരു സമൂഹം നമുക്കൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ പിന്നെ കോണ്ടം ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതേപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം മാത്രം റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക. ഇനിയിപ്പോൾ അതൊന്നും സംഭവിച്ചില്ലെങ്കിൽ അതിന് ശേഷം എടുക്കാവുന്ന മെഡിസിനൊക്കെ ഉണ്ട്. അതൊക്കെ ഡോക്ടറോടൊക്കെ ചോദിച്ച് അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ ഏർപ്പെടുന്നതായിരിക്കും നല്ലത്. എന്തായാലും കൊള്ളാം, നല്ല കാര്യം. എന്തായാലും കുഞ്ഞുങ്ങളിങ്ങനെ കൊല ചെയ്യപ്പെടാതിരിക്കട്ടെ. നവജാത ശിശുക്കളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര, നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാതെ നടക്കുമ്പോൾ ഇവിടെ ഓരോന്നുങ്ങൾ ഇതേപോലെ ബാത്റൂമിൽ പ്രസവിക്കുക, പുറത്തേക്ക് വലിച്ചെറിയുക, ബാത്റൂമിൽ പ്രസവിക്കുക, പുറത്തേക്ക് വലിച്ചെറിയുക, അങ്ങനെയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ധാർമ്മിക രോഷമൊക്കെ വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. പക്ഷേ എന്തായാലും ഇത് കണ്ടപ്പോൾ മിണ്ടാതിരിക്കാൻ തോന്നിയില്ല. ഈ കുട്ടികളൊന്നുമല്ല, 10-21 വയസ്സായല്ലോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്ന ഒരു പ്രായത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടികളെന്നൊന്നും പറയാനൊന്നുമില്ല. എന്തായാലും ഇനിയെങ്കിലും ഇതേപോലെയുള്ള കാര്യങ്ങളിൽ ചെന്ന് ഏർപ്പെടുന്നവർ ആദ്യം തന്നെ ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഗുണവും ദോഷവും ഇതെങ്ങനെ ആണ് ചെയ്യണ്ടേ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചാടി പുറപ്പെടും. അത്രയേ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളതെന്ന്. എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം.